എടി മോളെ. എന്താ അച്ഛാ? എടി മോളെ, നമ്മുടെ നകുലിനും പിന്നെ ഗംഗയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആ, കൊൽക്കട്ടയിൽ പോയി നകുലേട്ടനും പിന്നെ ഗംഗയല്ലേ? ആ, അവര് തന്നെ മോളെ. ആ, അവര് വന്ന്, കാരണം അവര് വന്നേ. നീ ആടി ഇങ്ങോട്ട്. മക്കളെ, സാപത്രിയെ എല്ലാരും വാ. എന്താ അച്ഛായ വിളിച്ചേ? നമുക്ക് മുറ്റത്തോട്ട് പോവാ, എന്നിട്ട് ബാക്കി പറയാം. ഹായ് മാമി മാമനും. എന്തൊക്കെ ഉണ്ടോ നകുല, സുഖമാണോ? മാമി 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 അകത്തോട്ട് പോയാ കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓ, മാമി വരുമോ മോളെ? നമുക്കിവിടെ ചെറിയ സൗകര്യം കൊണ്ട് കൂടി കഴിയല്ലേ. ആ അച്ഛാ, വാടാ മോനെ അകത്തോട്ട്. അച്ഛാ, ഗംഗയൊക്കെ ഉണ്ടായിരുന്ന? പിള്ളേരാണെങ്കിൽ ആള് വിളിച്ച് കളിയൊക്കെ അവിടെ. ആ, എന്നാ അച്ഛൻ ഞങ്ങൾ പോയി കിടക്കട്ടെ. ആ ശരി മോനെ. ഓ, ഇനിയും പോയി കിടന്ന് ഉറങ്ങാം. ഇത് ആരേ രാത്രി പാട്ട് പാടുന്നേ? പിള്ളേർ വല്ലതും ആയിരിക്കും. നോക്കിയിട്ട് വരാം. ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. പിള്ളേരെ നോക്കിയിട്ട് എല്ലാം ഉറക്കം. മുറ്റത്തിറങ്ങി നോക്കാം. എന്തായാലും ആരായിരിക്കും തമിഴ് പാട്ടൊക്കെ രാത്രി കിടന്ന് പാടുന്നത്? എന്തായാലും നോക്കിയിട്ട് വരാം. ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലേ. പിന്നെ ആ പാട്ട് കേൾക്കുന്നത് ഇത് ആരാണോ അഭാവ് പാടുന്നേ? ആ, രാവിലെ ഇങ്ങനെ നോക്കി വീട്ടിൽ കയറുമ്പോ. അച്ഛാ, എന്താ മോനെ? അച്ഛ വീടിന്റെ അടുത്ത് ഇങ്ങനെ ആരെങ്കിലും ഡാൻസും പാട്ടും പഠിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോഴേ എന്താണ്ട് തമിഴ് പാട്ടൊക്കെ ആരാണ്ടൊക്കെ ഇരുന്ന് പാടുന്ന കേട്ട്. ആ പാട്ടൊക്കെ പാടുന്ന മക്കളെന്ന് ഓർത്തിട്ട് മക്കളുടെ റൂമിൽ ചെന്നപ്പോൾ അവർക്ക് നല്ല കൂർക്കം മരിച്ചിറങ്ങും. അടുക്കള ചെന്ന് നോക്കിയപ്പോൾ സൗണ്ടൊന്നും കേട്ടില്ല. മുറ്റത്ത് ഞാൻ ഇറങ്ങിയപ്പോൾ ആ പാട്ട് പിന്നെയും കേട്ട് ഞാൻ പിന്നെ അങ്ങ് പെട്ടെന്ന് അങ്ങ് അകത്ത് കയറി. പിന്നെ അങ്ങനെ ഒറ്റ ഉറക്കം ഉറങ്ങി. അച്ഛൻ ആ പാട്ട് കേൾക്കുവാണെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കാവേ. എന്നാലേ അച്ഛന് വിശ്വാസം വരുത്തുള്ളൂ. എന്നാ മോനെ അടുക്കള ചായ വെച്ചിട്ടുണ്ട്, മോനെ എടുത്ത് കുടിക്ക്. എന്തായാലും അവൻ പറഞ്ഞു എന്തേലും സത്യം കാണുമോ. എന്തായാലും അവൻ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പോവാ. പക്ഷെ ആ പാട്ട് കേൾക്കുന്നില്ലല്ലോ. പിന്നെ ആ തമിഴ് പാട്ട് കേൾക്കുന്നു. അച്ഛാ അച്ഛാ അച്ഛാ. ഓ, എന്തുവാടെ മോനെ, ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? അച്ഛാ, ഞാൻ പറഞ്ഞ തമിഴ് പാട്ട് കേൾക്കുന്നു. നമുക്ക് മുറ്റത്തിറങ്ങി നോക്കാം ബാ. ഓ, അതായിരുന്നോ? ഞാൻ വരുവോ, നീ നടക്കടാ. ഞാൻ മോനെ, നമ്മൾ കുറെ നേരം ആയാലും മുറ്റത്തേക്കാൻ തുടങ്ങിയിട്ട് ഒരു പാട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. പക്ഷെ ഞാൻ മുറ്റത്ത് ഇന്നലെ ഇറങ്ങിയപ്പോ കേട്ടായിരുന്നു അച്ഛാ. ഓ, ഞാൻ പോവാ, എനിക്ക് ഉറക്കം വരുവാണോ മോനെ. നാളെ എങ്ങനെ നോക്കാം. നീ പറഞ്ഞ സത്യമാടാ മോനെ. ആരാ പാടുന്നത്? അച്ഛ ഓടിക്കാറച്ചകത്ത്. അയ്യോ, അച്ഛ എന്നെ ഒറ്റക്കാഴ്ച പോലെ. അയ്യോ. എടാ മോനെ, ഈ കാര്യം വേറെ ആരോടും പറയണ്ട കേട്ടാ. നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഞാനാണെങ്കിൽ നാളെ ഒരു സ്വാമിയെ വിളിച്ചോണ്ട് വരാം, ഈ പ്രേതം ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട്. കേട്ടാ മോനെ? അയ്യോ. ആ ശരി അച്ഛൻ, ഞാൻ ആരോടും പറയത്തില്ല. ഞങ്ങളാണെങ്കിൽ മൂത്രം ഒഴിക്കാൻ പോയതാ. എടി, ഞങ്ങൾ രണ്ടുപേരും മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയപ്പോഴും ഒരു പട്ടിയാണെങ്കിൽ ചാടി കടിക്കാൻ വന്ന. അത് കണ്ട് ഞങ്ങൾ പേടിച്ചകത്ത് കയറിയത്. അത് ഞങ്ങൾ പേടിച്ചിരിക്കുന്നത് കണ്ടോ നീ? എന്നാ ബാസാപത്രി കിടന്ന് ഉറങ്ങാം. ആ മോനെ, ഞാൻ പറഞ്ഞൊന്നും മറക്കല്ല കേട്ടോ. ആ ശരി അച്ഛൻ, അച്ഛൻ പോയി കിടന്നോ. അയ്യോ, അച്ഛൻ പോയോ? പെട്ടെന്ന് എൻ്റെ റൂമിൽ പോട്ടെ, എനിക്ക് പേടി വരുന്നു. അച്ഛാ, എന്താ മോനെ? അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. ആ തമിഴ് പാട്ട് ആരാ പാടുന്നതെന്ന് നോക്കാൻ വേണ്ടി ചെല്ലട നീ എന്നെ വിളിക്കുന്നേ. അച്ഛാ, വടക്കേ അറ്റത്തെ ഒരു മുറിയില്ലേ, അവിടെയാണെങ്കിൽ ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ പൂട്ടിട്ടേക്കുന്നത്. എന്താണ് ജപിച്ചൊക്കെ ഇട്ടേക്കുന്നത്. തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല. എന്റെ പൊന്നു മോനെ, നീ അങ്ങോട്ട് ചെന്നാ? എടാ, ഈ അച്ഛനോട് പറഞ്ഞിട്ട് പോകത്തില്ലായിരുന്നാ? അല്ല, അച്ഛൻ എന്തോ കുഴപ്പം? എടാ മോനെ, അച്ഛൻ പറയുന്ന മോൻ വിശ്വസിക്കുമെന്ന് അച്ഛനെ അറിയത്തില്ല. എന്തായാലും അച്ഛൻ ആ കാര്യം പറയാം.
എടാ മോനെ, നീ ഇപ്പൊ പൂട്ടിയിട്ടേക്കുന്ന വടക്കേറ്റത്ത് മുറി ചെന്നില്ലേ? ആ മുറി വെച്ച് രണ്ട് ദുർമരണം പെട്ട ആത്മാവിനെ അവിടെ തളച്ചിട്ടേക്കുവാ മോനെ. നീ അവിടെ ചെന്ന് ആ കഥക്ക് തുറക്കാൻ നോക്കിയത്. എന്റെ പൊന്നച്ച, ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ? എടാ മോനെ, മോനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ അല്ലേ മോൻ, ഞങ്ങൾക്ക് അറിയത്തുള്ളൂ ഈ കാര്യം. തൽക്കാലം മോനാണെങ്കിൽ ആ ഭാഗത്തോട്ടെ പോകണ്ട. നമ്മളൊക്കെ എന്തിനാ വെറുതെ ചത്തവരുടെ ഒക്കെ വാശി പിടിക്കുന്നേ? ആ ശരി അച്ഛൻ, നീ ആ ഭാഗത്തോട്ടേ പോകത്തില്ല. അല്ല മോനെ, നിക്ക്. എന്താ അച്ഛാ? രാമോനെ, നീ ഇങ്ങോട്ടൊന്ന് വന്നിരിക്കും, കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ആ എന്താ അച്ഛാ? അച്ഛൻ എന്താണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തോ പറ. എടാ മോനെ, ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് ഒരു ഡാൻസിങ്കാരി പെണ്ണാണേ, ഒരു തമിഴ്ത്തി. ചിലപ്പോൾ അതായിരിക്കും നീ രാത്രി പാട്ടൊക്കെ പാടുന്നു കേട്ടത്. ഞാനും കേട്ടില്ല ഇന്നലെ. പക്ഷെ എനിക്ക് ഇന്നത്തോടെ മനസ്സിലായത് ആ കാര്യം. അങ്ങനത്തെ ആ പെണ്ണ് ഒരു തമിഴ്ത്തിയാണ്. ആ കാർന്നവരുടെ കയ്യിൽ നിന്ന് ഒരു എന്താണ്ട് സ്വർണ്ണമൊക്കെ മോഷ്ടിച്ചപ്പോൾ ആ കാർന്നവർ വെട്ടിക്കൊന്ന്. അങ്ങനെ ഒരു ദിവസം ദുർഗാഷ്ടമി ദിവസത്തിൽ വൈകിട്ടാണെങ്കിൽ ആ തമിഴ്ത്തിയുടെ ആത്മാവ് വലിയൊരു പ്രേതമായിട്ട് വന്ന് ആ കാർന്നവരെ കൊന്ന്. തമിഴ്ത്തിയുടെ കാർന്നവരുടെ ആ അറയിലാണെങ്കിൽ പൂട്ടിയിട്ടേക്കുക, പൂജിച്ച് ചരടൊക്കെ ഇട്ടി അവിടെ പൂജിച്ചിട്ടേക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഒരു ശല്യം ഇല്ലാത്ത. എന്തായാലും മോൻ ആ വഴിക്കോട്ടെ പോയല്ലോ കേട്ടാ. അമ്മ അച്ഛൻ ഞാൻ ഗംഗയെ നോക്കിയിട്ട് വരട്ടെ. ആ ശരി മോനെ. ആഹാ, നീ അടുക്കളയായിരുന്നു ഗംഗേ? എന്താ നഗലേട്ടാ? എന്ത് ചെയ്യാ ഗംഗ നീ? ശ്രീദേവി ചേച്ചിയാണ് എന്നെ ഓരോന്നൊക്കെ ഉണ്ടാക്കി പഠിപ്പിക്കുക. ആ എന്നാ ഞാൻ പോവാണേ. ആ ശരി നഗലേട്ടാ. ആ തമിഴ് പാട്ടല്ലേ കേൾക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടെ. ആ വടക്കേറ്റുന്ന മുറി പോയി നോക്കാം എവിടുന്ന് വരുന്നേന്ന്. ഓ, ഇതിന്റെ കീ അപ്പുറത്തൊന്നും കിട്ടിയല്ലോ, ഭാഗ്യം. ഇവിടെ വന്നിട്ട് ആരും കാണുന്നില്ലല്ലോ, പാട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. രണ്ട് അങ്ങോട്ടൊരു മുറിയല്ലേ, അവിടുന്നാണല്ലോ പാട്ട് വരുന്നത്. തുറക്കണ്ട, വല്ല പ്രേതം വല്ലതും കാണുന്നത്. ഇതിലൊന്ന് ഒന്ന് മുട്ടി നോക്കാം. നകുലൻ. എന്ത് നകുലൻ? നീ ആരേ? നാഗവല്ലി. നാഗവല്ലി, കഥക്ക് തുറമാട്ടെ. ദുർഗാഷ്ടമിക്ക് ഒന്നെ കൊന്നെ രക്തത്തെ കൊടുപ്പേ. ഇപ്പൊ പോ നാഗവല്ലി, ഈ വരുന്ന ദുർഗാഷ്ടമിക്ക് വാ. ഇപ്പൊ ആ തമിഴ്ത്തിയുടെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ, കഥ ഒന്ന് തുറന്നു നോക്കാം. തമിഴ്ത്തിയുടെ പ്രേതം പോയെന്ന് തോന്നുന്നല്ലോ. എന്തൊരു കട്ടിയുള്ള വാതിൽ, എങ്ങനെയല്ലോ ഒന്ന് തുറന്നത്. തമിഴ്ത്തിയുടെ പിശാശ് പോയെന്ന് തോന്നുന്നു. ഇനിയും തിരിച്ചു പോവാ. ഓ, കഥ എങ്ങനെയല്ലോ ഒന്ന് തുറന്നു. ഞാൻ അടുത്ത് പെട്ട് പോയെന്നവിടെ. ഇനി തിരിച്ച് എന്റെ റൂമിൽ പോയി കിടക്കട്ടെ. എവിടെ പോയി? ആ ഗംഗ, നീ എന്തിനാ ഉണർന്നിരിക്കുന്നേ? ഉറങ്ങിക്കൂടായിരുന്നോ? ഞാൻ മൂത്രം ഒഴിക്കാൻ പോയതാടി. അത് പിന്നെ ഫ്രണ്ടിലത്തെ കഥ വേണേ തുറക്കാൻ പറ്റുന്നില്ലേ, ഞാനത് ശരിയാക്കി എടുത്ത്. അങ്ങനെ എന്നിട്ട് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയത്. എന്താ അമ്മേ? ഗംഗ നകുല എങ്ങോട്ട് പെട്ടെന്ന് വാ. എന്താ പറ്റി അമ്മേ? നമ്മുടെ ശ്രീദേവി ആണെങ്കിൽ അടുക്കള വെള്ളം കുടിക്കാൻ പോയപ്പോഴേ എന്താണ്ട് ഒരു ചിലങ്കയുടെ സൗണ്ട് കേട്ടെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോ ജനാല കൂടെ ഒരുത്തി മുടിയൊക്കെ അഴിച്ചിട്ട് വെള്ള സാരി ഉടുത്തോണ്ട് നടന്നു പോകുന്നു പെട്ടെന്ന്. അതുകൊണ്ട് പേടിച്ചവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വാ. മോളെ, നീ സത്യമായിട്ട് എന്തോ കണ്ടേ? അച്ഛൻ, ഞാനാണെങ്കിൽ വെള്ളം കുടിക്കാൻ അടുക്കള വന്നപ്പോഴേ ചിലങ്കയുടെ സൗണ്ട് കേട്ട. അപ്പൊ ഞാനാണ് ജനാല കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോ ഒരുത്തിയാണെങ്കിൽ മുടി അഴിച്ചിട്ടുണ്ട് വെള്ള സാരി കൊടുത്തോണ്ട് നടന്നു പോകുന്നുണ്ട്. അത് കണ്ടിട്ട് ഞാൻ പേടിച്ചത്. അയ്യോ, എന്ത് പറ്റി ശ്രീദേവി ചേച്ചി? ഞാനാണെങ്കിൽ അടുക്കള വെള്ളം കുടിക്കാൻ അടുക്കള വന്നപ്പോ ഒരു ചിലങ്കയുടെ സൗണ്ട് കേട്ട്. അപ്പോഴാണെങ്കിൽ ജനലുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോ ഒരുത്തിയാണെങ്കിൽ മുടി അഴിച്ചിട്ട് വെള്ള സാരി കൊണ്ട് നടന്നു പോകുന്നുണ്ട്. ഞാൻ അത് കണ്ടിട്ടാ പേടിച്ചത്. ശ്രീദേവി ചേച്ചി ചേച്ചിക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. അത് ഇതൊക്കെ ആലോചിച്ച് കിടന്നോണ്ടായിരിക്കും ഇങ്ങനെ. അയ്യോ, അതൊന്നും ജനാല പൊട്ടിയ സൗണ്ട്. ആ ശരി, എന്താ സൗണ്ട്? പിന്നെ ഞാൻ പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരട്ടെ അവിടെ സൗണ്ട് കേട്ടേ. ഞാൻ ചെന്ന് നോക്കിയപ്പോ ജനാലയിലെ ഗ്ലാസ്സില് പൊട്ടി.
പിള്ളേരാണെ മുറ്റത്ത് ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുമ്പോ ഫുട്ബോൾ തട്ടി ചില്ല് പൊട്ടിയതാ. ഇപ്പൊ മാറ്റിയതല്ല, അടുത്തതും പൊളിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതും മാറ്റണം. അത് മാത്രമല്ല അച്ഛാ, അകത്താണെ കല്ലോ ഒരു സാധനവും ഇല്ല. ആരൊന്നും ആർക്കറിയാം എറിഞ്ഞത്? കല്ലൊന്നും ഇല്ലേ? പിന്നെ അതെങ്ങനെ? അതൊക്കെ നമുക്ക് നാളെ നോക്കാം. ശ്രീദേവി എഴുന്നേക്ക്. ശ്രീദേവി പേടിയുണ്ടെങ്കിൽ ഞങ്ങളുടെ റൂമിൽ ഒന്ന് കിടന്നോ. അത് വേണ്ട ഞങ്ങളേട്ടാ, ഞാൻ എന്റെ റൂമിൽ കിടന്നോളാം. എന്നാ പോയി കിടന്നോ, ഇറങ്ങിക്കെല്ലാരും. രാവിലെ ആയോ? മകളേട്ടനൊക്കെ നല്ല ഉറക്കമാണല്ലോ. ആഹാ ഗംഗ, നീ എപ്പോ എഴുന്നേറ്റ്? ഞാനിപ്പോ എഴുന്നേണ്ടല്ലോ നഗലേട്ടാ. ഇനി വടക്കേറ്റത്താണെ ഒരു മുറിയുണ്ട് പൂട്ടിയിട്ട്, നമുക്ക് അവിടെ ഇരുന്ന് പോവാം. അതെന്തിനാ നഗലേട്ടാ അവിടെ പോന്നെ? അതൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബാ എന്നാ പോവാം, ബാ. ഇതെന്തൊരു വൃത്തിയായിട്ട സ്ഥലവാ. ഇനി നീ നല്ല ചോദിച്ചില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ മൂത്രമൊഴിക്കാൻ വന്നതല്ലേ പറഞ്ഞേ. അത് പക്ഷെ കള്ളാ ഞാൻ പറഞ്ഞേ. ഞാൻ സത്യം പറഞ്ഞ ഇങ്ങോട്ടാ വന്നേ. ഞാൻ പിന്നെ നിന്നോട് പറയായിരുന്നു രാവിലെ പറയാന്ന് വെച്ചിട്ട്. അല്ല നമ്മൾ എന്തിനാ സത്യം പറഞ്ഞ ഇങ്ങോട്ട് വന്നേ? അത് പറ. ഓ, നിന്നെ ഒന്ന് കാണിക്കാൻ വന്നതാടി അങ്ങ്. കാണാൻ പറ്റിയ സ്ഥലം. ഇദ്ദേഹം അവിടെ ഒരു മുറിയുണ്ട്, നമുക്ക് അവിടെ കൂടെ പോയിട്ട് വരാം. ബാ. അയ്യേ, ഇതെന്തൊരു പൊളിഞ്ഞു കിടക്കും. ഇവിടെ മൊത്തം പൊളിഞ്ഞു കിടക്കുവാണല്ലോ. നിങ്ങളായിട്ട് നമുക്ക് താഴോട്ട് പോവാം. ഇവിടെ എന്താണ്ട് പോലെ ഒന്ന്. എന്നാ ശരി, നമുക്കെന്നാ പോവാ. നീ സാപത്രി. എന്താ ഇതാരാ? പുല്ലാറ്റുംകാരല്ലേ സാമിയാ ഇത്. അല്ല, സാമിയൊക്കെ എന്തിനാ വിളിച്ചോണ്ട് വന്നിച്ചായ? നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം ഞാൻ. ആ കാര്യം എനിക്കും നകുലിനും മാത്രം അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. ഇപ്പൊ നിന്നോടും കൂടെ ആ കാര്യം പറയാൻ. അയ്യോ, കേട്ടിട്ട് പേടിയായിരുന്നു. ഇത്ര സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഇച്ചായ പറയായിരുന്നേ? ഓ, അത് പിന്നെ നീ പേടിക്കുമെന്ന് ഓർത്തില്ല. തമ്പി പൂജക്കായിട്ടുള്ള എല്ലാം ഒരുക്കി വെച്ചാ. ആ ഒരുക്കി വെച്ച സ്വാമി. ഇനി സ്വാമി അന്ന് അവിടെ ഇരുന്നാ മതി. ഓലും മൊത്തോലും ഓ. അച്ഛ, ഇതാരാ? ഇത് പുല്ലാറ്റങ്ങൾ സ്വാമിയാ മോനെ. അല്ല, നിങ്ങളുടെ സാമിയൊക്കെ എന്തിനാ വിളിച്ചേ? നീ കൊറേ കഥ കേൾക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇത്ര സംഭവം ഉണ്ടായിരുന്നു നഗലേട്ടാ. അതിനെന്താ എന്നോട് പറയായിരുന്നേ? ഓ, നിനക്ക് പേടിയായിരിക്കും, അതുകൊണ്ട് ഞാൻ പറയായിരുന്നേ. ഓലം മൊത്തോലം ഓം. അയ്യോ കണ്ണേ, മോളെ എന്ത് പറ്റി? നാഗവല്ലി. ഓം മൊത്തോലം മാമലീഗ്. നീ ആര്? നാഗവല്ലി. എതുക്കാக വந்த? നകുലനെ കൊന്ന ഒരൊറ്റത്തെ കുടുപ്പേ. യാരേ നകുലൻ? ഇവന്താ നകുലൻ. ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. അന്ന് രാത്രി നീ എന്നെ சொல்லுங்க ഉന്നെ അന്നേ എനിക്ക് കൊല്ലമാറ്റം തന്നെ சொல்ல ഉന്നെ കൊല്ലിർക്ക ഞാൻ ഉന്നെ കൊന്ന ഒരൊറ്റത്തെ കുടുപ്പേ. ഓ മധുരോളം. നീ என்ன சொல்ல, എനിക്കൊരു പ്രശ്നം ഇല്ല. അയ്യോ ഓടിക്കോ, ഈ പിശാചിനെ കൊല്ലുവേ. ഗംഗേ. അയ്യോ നഗലേട്ടാ, എനിക്കെന്ത് പറ്റി? ഞാനിപ്പോ എന്തോ പറഞ്ഞേ? ഗംഗ, നീ ഒന്നും പറഞ്ഞില്ല. ഗംഗ ഒന്നും പറഞ്ഞില്ല മോളെ. നിനക്ക് എന്താ വേണ്ട പറ. എനിക്കൊന്ന് ഉറങ്ങണം. അന്നൊന്ന് പോയി കിടന്ന് അറിയിക്കോ. അല്ലടാ നകുല, ഗംഗയുടെ ദേഹത്ത് എങ്ങനെയാ തമിഴ്ത്തിയുടെ പ്രേതം കയറി? അത് പിന്നെ അച്ഛൻ, ഞാനാണെങ്കിൽ ഇന്നലെ രാത്രിയാണെങ്കിൽ ആ തമിഴ്ത്തിയുടെ പാട്ട് കേട്ടിട്ട് നമ്മുടെ വടക്കേറ്റത്തെ ആ മുറിയല്ലേ പൂട്ടിയിട്ടേക്കുന്നത്, അദ്ദേഹം തുറന്ന് അകത്ത് കയറി. അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അകത്ത് കയറി. പിന്നെ ആ പെണ്ണ് പാട്ട് പാടുന്നു കേട്ടോ, ആ തമിഴ്ത്തി പെണ്ണ്. പിന്നെ കുറേയൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരുടെ പിന്നെ ദുർഗാഷ്ടമിക്ക് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ സൗണ്ട് ഇല്ല. ഞാൻ കഥ പറഞ്ഞു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ആരുമില്ല. ഞാൻ പിന്നെ തിരിച്ചങ്ങ് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഇന്നാണെങ്കിൽ ഗംഗയും കൊണ്ട് അങ്ങോട്ട് ഒന്നുകൂടെ പോയി. ചുമ്മാതല്ല, തമിഴ്ത്തിയുടെ പ്രേതം ഗംഗയുടെ ദേഹത്ത് കയറിയത്. അവിടെ പോയപ്പോൾ ഗംഗ വല്ലതും തുമ്മിയാ? ആ ഒരു പ്രാവശ്യം തുമ്മിയായിരുന്നു. അന്ന് ആ സമയത്ത് ഗംഗയുടെ ദേഹത്ത് ആ പ്രേതം കയറി. എന്തായാലും അത് വേണ്ടായിരുന്നു മോനെ, ഞാൻ അത്രയ്ക്കും പറഞ്ഞതല്ലേ. അതെന്ത് സൗണ്ട് കേൾക്കുന്ന നോക്കാൻ പോയതല്ലേ, അല്ലാതെ വേറൊന്നും ഇല്ലല്ലോ. ഇപ്പം പിന്നെ നടക്കുന്നൊന്നും അല്ലേ മോനെ.
എന്തായാലും എനിക്കൊരു വലിയ തെറ്റ് പറ്റിപ്പോയി. സാരമില്ല, മോൻ വിഷമിക്കണ്ട. ഇനി എന്റെ ഗംഗ എനിക്ക് തിരിച്ചു കിട്ടുമോ പഴയതുപോലെ? നമുക്ക് എടുക്കാനോ നമ്മുടെ ഗംഗ. എനിക്കറിയാവുന്ന വേറെ സ്വാമിമാരൊക്കെ വിളിച്ചോണ്ട് വന്ന് ട്രൈ ചെയ്യാം. ബാ മോനെ, ഗംഗ എന്തെങ്കിലും നോക്കിയിട്ട് വരാം. അത് വേണ്ട വെച്ചാൽ ഗംഗ ഉറങ്ങുമായിരിക്കും, അതുകൊണ്ട് ഇപ്പൊ പോണ്ട, ശല്യം ചെയ്യേണ്ടവളെ. അല്ല ശ്രീദേവി ബാക്കി മക്കളൊക്കെ എന്തി? അവരെല്ലാരും ആണ് ഞാൻ പുറത്ത് വിട്ട്. അതെന്തിന്? പൂജയൊക്കെ ചെയ്യുമ്പോൾ മക്കള് കണ്ട് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. എന്തായാലും സോറി അച്ഛൻ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. സാരമില്ലണ്ട മോനെ, നമുക്ക് അപ്പുറത്തോട്ട് പോകുമ്പോ. എടാ മോൻ, എന്തേലും വഴി കണ്ടെത്താൻ കേട്ടാ അച്ഛൻ, വിഷമിക്കണ്ടോ കേട്ടോ മോൻ. ആ ശരി അച്ഛാ. എനിക്കറിയാവുന്ന ഭയങ്കര ശക്തിയുള്ള ഒരു സ്വാമിയുണ്ട്, ഞാനേ ആ സ്വാമിയെ വിളിക്കാം. ആ ശരി അച്ഛാ. ഹലോ, വീട്ടുകാർ കുട്ടുമാളിയേ? ആ മനസ്സിലായി, തമ്പിയല്ലേ? ആ തമ്പി തന്നെ. എന്താ വിളിച്ച കാര്യം? അത് ഇവിടെ ഒരു വലിയ പ്രേതമുണ്ട്, ഒരു തമിഴത്തി പ്രേതം. ആ പ്രേതത്തിനെ ഒന്ന് ഓടിക്കാവോ? അതെന്റെ മോന്റെ ഭാര്യയുടെ ദേഹത്ത് കയറിയിരിക്കുക ആ പ്രേതം. എനിക്ക് രാത്രി 10 മണി 12 മണിയൊക്കെ ആകുമ്പോഴേ വരാൻ പറ്റത്തില്ലെന്ന, കാരണം ഞാനിപ്പോൾ നല്ല ദൂരെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം കേട്ടാ. ആ ഞങ്ങൾ സൂക്ഷിച്ചൊക്കെ ഇരുന്നോളാം. എന്നാ ശരിയേ. ആ ശരി. അയ്യോ അച്ഛാ, തമിഴത്തെ പ്രതി ചിരം കേട്ടോണ്ട് നടക്കുന്ന സൗണ്ട് അല്ലേ കേൾക്കുന്നേ? ആ ഞാനും കേട്ടണോ മോനെ, കേട്ടിട്ട് തന്നെ പേടി വരുന്നേ. എന്റെ അമ്മ ഇനി എന്തോ ആവും. എടാ മോനെ, ആ പ്രേതം ഇങ്ങോട്ടാണെന്ന് തോന്നുന്നല്ലോ വരുന്നേ. എടാ മോനെ, നമുക്ക് സോഫയുടെ ആ പുറവശത്ത് പോയി ഒളിച്ചിരിക്കാം. പാ. അച്ഛ, ആ പ്രേതം സംസാരിക്കുന്ന കേൾക്കുന്നു, പിന്നെ നടക്കുന്ന സൗണ്ട് കേൾക്കുന്നു. എടാ മോനെ, ആ പ്രേതം വേണ്ട നടന്നു പോന്നു. അയ്യോ, അത് ഗംഗയല്ലേ നടന്നു പോന്ന്. ഗംഗയുടെ അകത്ത് പ്രേതം കയറിയിട്ട് നടന്നു പോന്നെയാ. അച്ഛ, എന്റെ ഗംഗ എനിക്ക് തിരിച്ചു കിട്ടൂ ഇനി. മോൻ പേടിക്കണ്ട മോനെ, അച്ഛനാണ് സാമയെ വിളിച്ചിട്ടില്ല, ഇനി എന്തിനും പേടിക്കുവോ? നീ ഗംഗയുടെ ദേഹത്ത് നീ തമിഴത്തെ പ്രേതത്തിനൊക്കെ നമ്മുടെ സാമയെ ഒറ്റ ഓടിക്കും. അച്ഛൻ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. എന്റെ അമ്മയെ പറയുന്ന പ്രേതമല്ലേ വിളിക്കുന്നേ? എന്താ ഗംഗ? ഒന്നുമില്ലേ, മേടിച്ചിരിക്കാൻ. അതെ, ഞങ്ങള് പോവാണേ. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, ഇപ്പൊ വരാം. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഞാൻ വിളിച്ച സ്വാമിയാണെന്ന് തോന്നുന്നല്ലോ. തുറന്നു നോക്കാം. ആ സ്വാമിയായിരുന്നോ? ഞാൻ പറഞ്ഞ പൂജക്കാരെല്ലാം എല്ലാം ഒരുക്കി വെച്ചല്ലോ. ആ ഒരുക്കി വെച്ച സ്വാമി. ഇന്ന് സ്വാമി അവിടെ ഇരുന്ന് ആ പ്രേതത്തിനെ ഒന്ന് ഓടിച്ചു വിട്ടാൽ മതി. എന്നാ പൊക്കോളൂ അങ്ങോട്ട്. ശുദ്രോം ഓലോം ഓലമതായോം. അത് നിങ്ങൾ ഇത്തിരി പറയലോട്ട് മാറിക്കാവോ? ആ ശരി സ്വാമി. ഓ തുലേമാഹതരാരോം. നീ ആരാ പ്രേതമേ? ഞാൻ ആരല്ല കേക്കണ, ഞാൻ നാക്കുവല്ലി. എന്തിനു നീ ഇവരെ ശല്യം ചെയ്യുന്നേ? ഇവനെ കൊന്ന് രക്തത്തെ കുടിപ്പേ. നീ ഇനി ആരും കൊല്ലും ചെയ്യണ്ട, ചോരയും കുടിക്കണ്ട, ഒന്നും കുടിക്കണ്ട. നിനക്ക് ഞാൻ ശരിയാക്കി തരാടി തമിഴ്ത്തിയെ. ഭദ്രാലം ഗോരംബോ സുതരോലം ഗോരംബോ. അയ്യോ ഗംഗ, എന്ത് പറ്റി? ഞാനെന്നാ മടങ്ങി പോവാണേ. വളരെ നന്ദിയുണ്ട് സ്വാമി, വളരെ നന്ദി. ഗംഗ ബെഡെ കൊണ്ട് കിടത്താം. അച്ഛ, ഈ കാര്യമാണെങ്കിലേ ഗംഗ എഴുന്നേക്കുമ്പോ പറയല്ലേ കേട്ടാ. ആ ശരി മോനെ, ഞാൻ പറയത്തില്ല. ഗംഗ രാത്രി എഴുന്നേക്ക്. ഗംഗ, നീ ഉച്ച തൊട്ട് ഉറങ്ങുമല്ലേ? രാത്രി ഇതുവരെ എഴുന്നേക്കത്തന്നെ നിന്നെ വിളിച്ചത്. ബാ, നമുക്ക് പോയി കഴിക്കാം. ഗംഗ നല്ല ഉറക്കമാണല്ലോ. ഇനി ഞാനിവിടെ കയറി കിടക്കാം.